ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഫ്രഷ് ഫ്രൂട്ട്സ് ആണ് എടുക്കുന്നത്. ഞാൻ അപ്പോൾ ആദ്യം തന്നെ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ബാർ പോലെ എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്രഷ് ഫ്രൂട്ട്സ് അതിൻ്റെ മുകളിൽ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സും ഇഷ്ടമുള്ള ഫില്ലിങ്ങും വെച്ച് കൊടുക്കാം. നമുക്കിത് മുകളിൽ നിന്ന് അടിയിലേക്ക് മടക്കി കൊടുക്കാം. നമുക്ക് ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് അല്ലെങ്കിൽ നമ്മൾ ഓവനിലൊക്കെ വെച്ചിട്ട് ചൂടാക്കുമ്പോൾ ഇത് പൊട്ടിപ്പോവാൻ അതിൻ്റെ ഫില്ലിങ് പുറത്തേക്ക് വരാൻ ചാൻസും ഉണ്ട്. അപ്പോൾ അത് കാരണം നമുക്കൊരു ഷേപ്പിലുള്ള ഇതാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇപ്രാവശ്യം എയർ ഫ്രയറിലാണ് കേട്ടോ ബേക്ക് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ 5 മിനിറ്റ് 200 ഡിഗ്രിയിൽ എയർ ഫ്രയർ പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എയർ ഫ്രയറിലേക്ക് ഓരോന്നായി വെച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് ഓരോന്നും എടുത്ത് വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 200 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് എയർ ഫ്രയറിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ സ്നാക്സ് റെഡിയാവും. അങ്ങനെ നമ്മുടെ സ്നാക്സ് ഒക്കെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്കുള്ള സ്നാക്സ് ആയ കാരണം മാത്രമാണ് നമ്മൾ ഷുഗർ സിറപ്പ് ചേർക്കുന്നത്, ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ കഴിക്കാനായാലും ടേസ്റ്റാണ്. ഇപ്പോൾ നമുക്ക് പ്രായമായവർക്കൊക്കെയാണ് ഈ സ്നാക്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒന്നും ഫില്ലിങ് വെച്ചില്ലെങ്കിൽ പോലും ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമുക്കിത് സ്നാക്സ്.
അങ്ങനെ നമ്മുടെ സ്നാക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അടുത്ത പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം. ബൈ.